ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വാൾ പോസ്റ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് വാൾ പോസ്റ്റേഴ്സിൻ്റെ ആവശ്യമുള്ള സൈസിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ഈ ഒരു സൈസിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ 4 സൈഡിലും വരച്ചെടുക്കുക. പിന്നെ അടിയിൽ ആ ഒരു ഭാഗമായിട്ട് വരയ്ക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ നമ്മൾ ഉടനെ തന്നെ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ നമ്മുടെ ജേർണലിംഗ് വീഡിയോ അതിനുശേഷം നമ്മൾ നിങ്ങൾ പറയുക എന്തൊക്കെ വീഡിയോ വേണമെന്നുള്ളത്, എങ്ങനത്തെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതെന്നൊക്കെ പറയാം. പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. ഞാൻ അടുത്ത പേപ്പറിലും അതേപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. പേപ്പറിലും വരയ്ക്കുന്നത് മനസ്സിലാകെടുക്കുന്നില്ല. 2 പേപ്പറിൽ വരയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്ന പോലെ വരച്ചെടുക്കുക. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് സിമ്പിളായിട്ടുള്ള പാറ്റേണുകളാണ് ഞാൻ വരയ്ക്കുന്നത്. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന പാറ്റേണാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷം ആദ്യ പേപ്പറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു അമീബ ഷേപ്പിലാണ് വരച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക, വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ടത് എങ്ങനത്തെ വീഡിയോ ആണ്, ജേർണലിംഗ് സപ്ലൈസിൻ്റെ വീഡിയോ ഒക്കെ അടിച്ച് വരാനായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ പാറ്റേൺ അല്ല സെക്കൻഡ് പാറ്റേൺ അതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വാട്ടർ മെലൻ്റെ പാറ്റേണാണ്. വാട്ടർ മെലൻ്റെ പാറ്റേണിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ആകെ ഇതുപോലെ 2 ലൈൻ ഇട്ടേ വരയ്ക്കുന്നുള്ളൂ. കളർ ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ മെലൻ ആവത്തുള്ളൂ കേട്ടോ. കണ്ടോ, അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡെസ്ക് ഡെക്കോറൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഉടനെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇടും കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, കമൻറ്റും ചെയ്യുക. നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു തീമാണ് ഉപയോഗിക്കുന്നത്. ക്യാരറ്റാണ്ട് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. ക്യാരറ്റ് തന്നെ വരയ്ക്കണമെങ്കിൽ വേറെ ഏതായാലും വരയ്ക്കും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ക്യാരറ്റ് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. వాస్తుగా పెంచానిట 100 కోట్ల సొగసిరి ఆస్తిగా అల్లేసుకో కోసరి కోసరి చిరాముతల దాడి ఇష్టమేని సందడి ముట్టడించి ముట్టేసుకోలేవా ఓసారి
അതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വരയ്ക്കാം. ക്യാരറ്റ് വരച്ചിട്ട് കുറച്ച് സമയം പിടിച്ചു കേട്ടോ. ക്യാരറ്റിൻ്റെ വേണ്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഹാർട്ടുകളാണ് അടുത്ത പാറ്റേൺ എടുക്കുന്നത്. ചെറിയ ചെറിയ ഹാർട്ടുകളാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഹാർട്ട് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഹാർട്ട് തന്നെ വരയ്ക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും വരയ്ക്കാം കണ്ടോ. എനിക്ക് ആദ്യം ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ച് വയ്ക്കാൻ പോയപ്പോൾ എനിക്ക് എവിടെയോ 2-3 ഹാർട്ടിൻ്റെ കുറവ് തോന്നിയോണ്ട് ഞാൻ 2-3 ഹാർട്ടും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതും മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്തൊരു പേജ് എടുത്തിട്ട് അതിൽ ഫ്ലവറാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. കണ്ടപ്പോൾ നമ്മൾ അതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ വരക്കുന്നത്. ഒരു ഫ്ലവർ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഫ്ലവറാണ്. 3 ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്ലവറൊക്കെ ചെറുതായിട്ട് കോളായിരുന്നു. അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് വരയ്ക്കുന്നത് ഒരു ഫ്ലവറും വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് കൊടുത്താൽ പിന്നത്തേക്ക് കൊടുക്കില്ല, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കൊടുത്തു ശേഷം ഞാൻ സ്കെയിൽ വെച്ചിട്ട് ആ ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ആ എല്ലാ ലൈനിൽ കൂടെ ഞാൻ പെൻസിൽ വെച്ചുള്ള വരച്ച ലൈനിൽ കൂടെ ഒക്കെ ബ്ലാക്ക് കളർ വെച്ച് വരയ്ക്കുന്നുണ്ട്. Calm your mind with joy.
ലൈനിൽ കൂടെ ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ക്വയറിൽ വരച്ചു കൊടുത്തോണ്ട് അടുത്തയിൽ വരയ്ക്കുന്നില്ല, പിന്നെ ഇതിൽ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് കുറേ നേരം പിടിക്കും വരയ്ക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ അടുത്ത വാൾ പോസ്റ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടർമെലനാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ വാട്ടർമെലൻ്റെ റെഡ് കളർ നമ്മൾ റൂമിൽ കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡ് വെച്ച് അടിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ എളുപ്പത്തിന്, പക്ഷെ അത് എടുത്തിട്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ സൈഡ് വെച്ച് വീണ്ടും അടിക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ കളർ ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അതിൻ്റെ തൊലി ഭാഗം കൊടുത്തിട്ടുണ്ട്. ശേഷം ബ്ലാക്ക് കളർ വെച്ചിട്ട് വാട്ടർമെലൻ്റെ കുരുവില്ലേ അതാണ് കേട്ടോ ജസ്റ്റ് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കളർ ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ കീറിപ്പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു ശേഷം നമ്മൾ ക്യാരറ്റാണ് എടുത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഓറഞ്ച് കളർ എൻ്റെ ക്യാരറ്റ് അത്ര ഷേപ്പിലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗി വരയ്ക്കാം. ക്യാരറ്റിൻ്റെ ലീഫിനുള്ള ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ക്യാരറ്റിൻ്റെ ലീഫുകളിലും ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. പറയട്ടെ, ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടോന്നൊക്കെ ഞാൻ പറയാം. നമ്മൾ അടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലവറിൻ്റെ എടുക്കുന്നത് കേട്ടോ. ഫ്ലവറിൻ്റെ നടുക്ക് യെല്ലോ കൊടുക്കുന്നുണ്ട് കേട്ടോ. സർക്കിളിൽ ഐതലുകളാണ് കവർ ചെയ്തെടുക്കുന്നത്.
ഇതുപോലെ തന്നെ ചെയ്യാം. എനിക്ക് ഫ്ലവർ വേണമെന്നില്ല, വേറെ പിക്ചേഴ്സ് വേണമെന്നില്ല, പാറ്റേൺസ് ഒക്കെ ഉള്ളൂ. Calm your mind എൻ്റെ with ആകെ ഒരു ഫോണുള്ളത് കൊണ്ട് ആ ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു സിമ്പിൾ പാറ്റേൺസ് എടുക്കണം. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ പാറ്റേൺസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഗ്രീൻ കളർ വെച്ച് അവിടെ ചെറുതായിട്ട് വളഞ്ഞ് അതിൻ്റെ ഒരു തണ്ട് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഹാർട്ടിൻ്റെ അതിനും കൂടെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വണ്ണല്ലപ്പോൾ ഒരു അമീബ ഷേപ്പിൽ ആദ്യമുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാർട്ടിന് കളർ റെഡ് കളറല്ലേ കൊടുക്കാറുണ്ട്, ഞാൻ റെഡ് തന്നെ കൊടുത്തത്. Kalyanam is a beautiful day. പുറത്ത് വരച്ചിങ്ങനെ ക്യാരറ്റിൻ്റെ പാറ്റേണിൽ ആ ഒരു ഇതിനകത്താണ്. മദേഴ്സ് ഡേ ആയിരുന്നല്ലേ, എല്ലാ മദേഴ്സിനും ഹാപ്പി മദേഴ്സ് ഡേ. അതിനുശേഷം നമ്മൾ ആദ്യം ഇത് വരയ്ക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, വരച്ചതിന് ശേഷമാണ് കാണിച്ചിരുന്നത്. ഇത് വരയ്ക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇത് അമീബ ഷേപ്പാണ്. അമീബ ഷേപ്പ് സെൻറ്ററിലായിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം എല്ലാ കോർണറിലും കൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ കിട്ടും. ഞാനിതിനൊരു വയലറ്റ് കളറാണ് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കാം. നമുക്ക് എല്ലാത്തിലും കളർ കൊടുക്കാം.
കണ്ടോ? സത്തന്ത്രലോകം ലോകം ശങ്കരീരേ ശങ്കരീരേ ശങ്കരേതോ നിദ്രഹാരേ വേലേ അന്തരാളം മന്ത്രലോകം മൂകം മന്ദഹാസത്തന്ത്രലോകം ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ വെച്ച് കണ്ടോ? 4 സൈഡിലും ചെയ്ത് കൊടുക്കാം. വാൾ പോസ്റ്റേഴ്സ് എല്ലാത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏകദേശം ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്ത വാൾ പോസ്റ്റേഴ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.